ഇപ്പോൾ പന്തീരങ്കാവ് കേസിലെ പ്രതി രാഹുലിന്റെ വീട്ടിൽ MS അനീഷ് കുമാർ ഉണ്ട്. അതിലേക്ക് നമുക്ക് രാഹുലിന്റെ അമ്മയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. അവർക്ക് പല കാര്യങ്ങളും പറയാനുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താണ് നടന്നത്? എന്താന്ന് വെച്ചാൽ ഒരു വാക്കുതർക്കം ഉണ്ടായതിന്റെ പേരിലാണ്, ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന പേരിലാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതുവരെയും ഇവർ തമ്മിൽ ഒരു പ്രശ്നമോ ഒരു ഇതില്ലാതെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോയതാണ്. ഇവനെ ചതിച്ചു എന്നുള്ള ഒരു പേരുദോഷത്തിലാണ് അവിടെ വാക്കുതർക്കം ഉണ്ടാവുന്നത്. മൂടി വെച്ചിട്ട് നീ എന്നെ ചതിച്ചില്ല, നീ എൻ്റെ കൂടെ നിന്നിട്ട് എൻ്റെ ഭാര്യയല്ലേ, പിന്നെ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കാത്ത അങ്ങനെയുള്ളൊരു പ്രശ്നം വാക്കുതർക്കം ഉണ്ടായിട്ടാണ് അവിടെ ഇഷ്യൂ ഉണ്ടായിട്ടാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ ഞങ്ങൾ സ്ത്രീധനം ചോദിച്ചിട്ട് ഒരിക്കലും ഉണ്ടായൊരു ഇതല്ല. ഞങ്ങൾ അറിയാത്ത തെറ്റാണ് ഇപ്പം ഇത് വന്നത് മുഴുവൻ. സ്ത്രീധനം ചോദിച്ചിട്ടില്ല, പിന്നെ എന്തിന്റെ പേരിലാണ്? എന്താണ് ചതിച്ചു എന്ന് പറയുന്നത്? എന്താണ് സംഭവിച്ചത്? എന്താണ് ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്ന് നിങ്ങൾ പറയുന്നത് എന്താണ്? ഞാൻ പറയുന്ന കാരണം എന്നാന്ന് ചോദിച്ചാല്, അന്ന് ഇവർ കല്യാണത്തിന് പോയി, അന്നത്തെ സംഭവം കേട്ടോ. അന്ന് കല്യാണത്തിന് പോയി തിരികെ വന്നിട്ട് ഇവർ ബീച്ചിൽ പോയി വന്നതിന് ശേഷം റൂമിൽ ചെന്നപ്പോഴാണ് ഈ ഫോണിന്റെ ഇഷ്യൂ വരുന്നത്. അന്ന് ലേശം മദ്യവെച്ചിട്ടുണ്ട് രണ്ടാളും. ഫോണിലേക്ക് മെസ്സേജ് വരുന്നു. കാമുകന്റെ 3 കാമുകന്മാരാ മോക്കുള്ളത്. ആ ഫോണിന്റെ ഇഷ്യൂ വരുമ്പോ ഇതെന്താന്ന് ചോദിച്ചപ്പോ മറച്ചു പിടിക്കുകയാണ്, മോനെ വെളിപ്പെടുത്തുന്നില്ല. അവസാനം മോന് ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ചാറ്റിംഗ് ആണ്. കാരണം കല്യാണം വരെ കഴിഞ്ഞെന്ന് അവൻ അറിഞ്ഞിട്ടില്ലെന്ന്. രാഹുലിന്റെ മോടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെന്ന് ചെറുക്കൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ഇവള് ചാറ്റിംഗ് അതിനകത്ത് വിശദ വിവരമുണ്ട്. അതാ പറഞ്ഞ ഫോൺ മേടിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കണം, അതിലറിയാം. അപ്പൊ അച്ഛനും വന്നതിന്റെ അന്ന് ഞങ്ങൾ ചോദിച്ചു. അച്ഛൻ വന്നതിന്റെ അന്ന് ഈ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ മേളിൽ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നു 3 പേരുണ്ട് മോക്ക്, അതിലൊന്നും മുസ്ലിങ്ങളാണ്. അത് വന്നപ്പോൾ പറ്റിയില്ല, മുസ്ലിങ്ങളാണ് തട്ടുവിട്ടു. പിന്നത്തെ ജാതകം ചേരാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടാന്ന് വെച്ചു. വീട്ടിൽ ആലോചന വന്നതാന്ന് പറയുന്നത്. അച്ഛൻ തന്നെ ഇവിടുന്ന് സമ്മതിച്ചു ഞങ്ങളോട്. ഞങ്ങൾ നടന്ന കാര്യം അറിയാം, ഞങ്ങൾ കള്ളത്തരം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ട ഒരിക്കലും. പക്ഷെ അച്ഛൻ പറയുന്നത് 2 പേര് വന്ന് ജാതകം നോക്കിയിട്ട് നടക്കാത്തതിനെ കൊണ്ട് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചാ. പക്ഷെ പിന്നെ മോള് ബന്ധം തുടരുന്നുണ്ടോന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. മോള് ആ ഫോണ് നമ്പർ കട്ട് ചെയ്യുകയോ ഒന്നുമില്ല, ചാറ്റിംഗ് ഉണ്ട് ഇപ്പോഴും. അത് അവൻ പറയുന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ മോൻ പറയുന്നത് വേറെ ഒന്നുമല്ല. നീ കല്യാണം കഴിച്ചതിന് ശേഷം, അതിന് മുന്നിലത്തെ കളഞ്ഞു, കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ ഞാൻ പറയുന്നത് കേൾക്കണ്ടേ, എൻ്റെ ഭാര്യയല്ലേ. അപ്പോൾ അത് ഞാൻ പറയുന്നത് കേൾക്കാത്ത എന്തുകൊണ്ട്? അപ്പൊ ഇതിന് മുന്നേ ഒരു ആരോപണം ഇവിടെ വന്നിരിക്കുന്നത് എന്നാന്ന് വെച്ചാല്, എൻ്റെ മോനാ എന്നോട് പറഞ്ഞത്, അമ്മ എനിക്ക് വയ്യാത്തതിനെ കൊണ്ട് എൻ്റെ മോളെ ഇവിടെ നിർത്തിയ. അപ്പൊ എൻ്റെ മോളെയും കുട്ടികളെ ഇവിടുന്ന് മാറ്റണം, എൻ്റെ അമ്മയുണ്ട്, അമ്മേനെ ഇവിടുന്ന് മാറ്റണം, ഞാനും മാറണം, എന്നാലേ ഓള് ഈ വീട്ടിൽ നിൽക്കൂ. രാഹുൽ പോയി കഴിഞ്ഞാല് ഞങ്ങളെ 3 ഇവിടുന്ന് മാറ്റിയാൽ രാഹുലിന്റെ ഭാര്യ എൻ്റെ മരുമോൾ ഇവിടെ നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എറണാകുളത്ത് തന്നെ, അല്ല തിരുവനന്തപുരത്ത് തന്നെ ജോലി തുടരും. അപ്പൊ രാഹുൽ ചോദിച്ച്, ഇവരെല്ലാം നീ വിട്ടേച്ച് ഇവിടെ നിൽക്കുകയോ അല്ലെങ്കിൽ നീ തിരുവനന്തപുരത്ത് പോയി നിൽക്കുകയോ ചെയ്താൽ ഞാൻ എന്ത് വിശ്വസിച്ച് നിർത്തും? ഇപ്പൊ തന്നെ ഞാൻ ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ നീ ഇങ്ങനെ വരുമ്പോഴത്തേന് ഞാൻ ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണെന്നുള്ളത് ചിന്ത വെച്ചിട്ട് ആ വയലന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ വന്നത്. അത് വരെയും പ്രശ്നമില്ല. നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിലേ നമ്മൾ പോയി നോക്കുള്ളൂ. അപ്പൊ പ്രശ്നമില്ല. പക്ഷെ ഈ ഫോണിന്റെ ഇഷ്യൂ ആണ് അവിടെ വന്നത്, അല്ല നമ്മൾ സ്ത്രീധനം ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഈ ഫോണിന്റെ പ്രശ്നം പറഞ്ഞു രാഹുൽ ഈ കുട്ടിയെ മർദ്ദിച്ചോന്ന് ചോദിച്ചാൽ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടില്ല. ബെൽറ്റ് കൊണ്ട് അടിക്കുമെന്ന് എനിക്ക് ഒരിക്കലും എൻ്റെ മോൻ ചെയ്യുമെന്ന് എനിക്ക് വിചാരിച്ചിട്ടില്ല. കാരണം ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് പറയാനും കഴിയില്ല. പക്ഷെ ചെയ്യൂല, എനിക്ക് ഉറപ്പാണ്. പക്ഷെ അടിക്കാൻ വന്ന സമയത്ത്, അത് കുട്ടീനെ പറയുന്നത്, അടിക്കാൻ വന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞു വരിക്കാൻ അധികം വീതിയില്ല. നമ്മൾ ചുമരച്ചെന്ന് അടിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവര് പറയുന്ന ഫുഡ് ഇങ്ങനെ കൈകൊണ്ട് ഇടിച്ചെന്ന്, അതെനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്നൊക്കെ. മൊബൈലിന്റെ വള്ളി കഴുത്തിൽ അമർത്തി കഴിയുന്നില്ല, ചെയ്തോ ഇല്ലയെന്ന് നമ്മൾ കണ്ടിട്ടില്ല. അത് എനിക്ക് പറയാൻ കിട്ടുന്നില്ല. നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടും, ഈ മർദ്ദിക്കുന്നത് കണ്ടിട്ടും നിങ്ങൾ ആരും തടയുകയോ എതിർക്കുകയോ ചെയ്തില്ല എന്നാണ് കുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഒരിക്കലുമല്ല. ഇനി എൻ്റെ മക്കളെ ആയാലും ആരെന്ത് ചെയ്താലും ഞാൻ നടുക്ക് കയറും. കാരണം അവർ വന്നതിൻ്റെ അന്ന് എൻ്റെ കുട്ടീനെ അവർ തലവണ്ണം അറിഞ്ഞിട്ട് ഞാൻ തടസ്സം നിൽക്കുകയായിരുന്നു. ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റാണ്. അത് ഞാൻ എവിടെ വേണേലും പറയാം. എൻ്റെ കയ്യിൽ നിന്ന് വന്നൊരു തെറ്റാണ്. ഇത് സംഭവം നടക്കുന്നതോ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല. പിറ്റേ ദിവസം ഇവർ ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഞങ്ങൾ തന്നെ ഈ സംഭവം അറിയുന്നത്, കുട്ടിക്ക് ഇങ്ങനെ പറ്റിയെന്ന്.
അതാണ് ഞങ്ങളുടെ തെറ്റ്. അവരൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങളുടെ കുട്ടി അതിനകത്ത് കിടന്ന് ചത്ത് കഴിഞ്ഞാൽ ആരും ഉത്തരവാദിത്തം പറയും, നിങ്ങൾ അറിയുമോ എന്നോട് ചോദിച്ചു. ശരിയാണ്, ഇവര് തമ്മിൽ കച്ചറയും ബഹളവും ഇല്ല, പിന്നെ നമ്മൾ എന്ത് ശ്രദ്ധിക്കും? ഞങ്ങളുടെ വിചാരം സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ന് റൂമിന് മുട്ടാൻ കഴിയോ? അപ്പൊ ഇവര് പുറത്തും പോയിരിക്കല്ലേ, പുറത്തു പോയി വന്നതിന് ശേഷമാണല്ലോ, അതുവരെ പ്രശ്നമൊന്നുമില്ല. ഈ അമ്മയുമായി അടച്ചിട്ട മുറിയിൽ രാഹുൽ ചില സംസാരങ്ങൾ നടത്തി. ആ സംസാരത്തിന് ശേഷമാണ് ഈ പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായതെന്നാണ് അവർ പറയുന്നത്. ഞാനും മോനും ഓരോ കാര്യങ്ങൾ പറയില്ലേ, അല്ലാതെ സ്ത്രീധനത്തിന്റെ പേരിലല്ല. എന്നോട് പറഞ്ഞു എന്നാന്ന് വെച്ചാൽ അത് ഞാൻ വേണം ഇപ്പൊ വെളിപ്പെടുത്താം. എന്നോട് എന്റെ മോൻ വന്ന് വെളിപ്പെടുത്തിയത് ഇതാണ്, എന്റെ അമ്മേനെ ഇന്നോ നാളെയോ നാട്ടിൽ നിന്നായാലും ആൾക്കാരെ വിളിച്ചിട്ട് കൊണ്ടുപോകണം, പിന്നെ ഇവളെ ഇവിടുന്ന് മാറ്റണം, അമ്മ അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റൂല. എന്നോട് പറഞ്ഞതാണ്, എന്റെ അമ്മ എന്നെ അടുക്കള കയറി ജോലി ചെയ്യാൻ പറ്റും, അമ്മയ്ക്ക് വയ്യാത്ത അമ്മയാണ്. അടുക്കള കയറി ജോലി ചെയ്ത് കഴിഞ്ഞാൽ കാത്തൂൻ പിള്ളേരും പുറത്താണ്, കാത്തൂനും പിള്ളേരെ ഞാൻ പുറത്തു വിടും. അതാണ് എന്റെ അമ്മ, എന്റെ മോൻ എന്നോട് പറഞ്ഞത്. അല്ലാതെ മരുമകളെ പറ്റി യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ല, നടന്ന കാര്യമാണ് പറയുന്നത്. ഈ രാഹുലിന്റെ എത്രാമത്തെ വിവാഹം ഇത് ഫസ്റ്റ്? ഇതിനു മുമ്പ് വിവാഹം കഴിച്ചു, രജിസ്റ്റർ മാരേജ് അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ആ ഡേറ്റിനാണ് ഈ കല്യാണം, ആ ഡേറ്റിനാണ് ഈ കല്യാണം. വേറെ എന്തോ വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞു, അത് ഞങ്ങള് നിശ്ചയം കഴിഞ്ഞു. നിശ്ചയം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് 5-ാം തീയതി പറഞ്ഞ ഡേറ്റിന് തന്നെയാണ് കല്യാണം. അപ്പോഴത്തേനും അവർക്ക് വേണ്ടാന്ന് വെച്ചപ്പോഴത്തേന് ഇവള് പിന്നെ വന്നതിന്റെ കാരണം കൊണ്ട് നമ്മള് ഇത് നടത്തിയെന്നുള്ളതേ ഉള്ളൂ. വിവാഹം മാറിപ്പോവാൻ അതെന്താന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അവര് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു തവണ നിശ്ചയിച്ചിട്ടുണ്ടോ? രജിസ്റ്റർ ചെയ്ത 2 തവണ ഉണ്ടോ? ഇല്ല, ഇതുപോലും ചെയ്തിട്ടില്ലല്ലോ. 2 യുവതികൾ പരാതി കൊടുക്കുന്നതാണ്. രണ്ടും കോട്ടയത്തും എറണാകുളത്തും വിവാഹം രജിസ്റ്റർ ആയിട്ടാണ് പരാതി ഉള്ളത്. 2 ഇല്ല, അത് ഞങ്ങൾക്ക് കൊണ്ടുവരണം. ആ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി അതാരാണെന്നുള്ളത് ഇനി കൊണ്ടുപോയി. ഞങ്ങളുടെ അറിവില്, അതായത് കോട്ടയത്ത് പോയിട്ട് ഞങ്ങൾ നിശ്ചയം കഴിഞ്ഞു, അത് മാത്രമേ ഞങ്ങൾ രജിസ്റ്റർ ഇത് ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇത് പിന്നെ കല്യാണമായിട്ട് കഴിഞ്ഞതാ, അല്ലാതെ വേറൊരു പെൺകുട്ടിയായിട്ട് ബന്ധമോ അല്ലെങ്കിൽ നിശ്ചയം കഴിയലോ കല്യാണം കഴിയലോ ഒന്നും ചെയ്തിട്ടില്ല. അത് തെറ്റായ ആരോപണമാണ്, തെറ്റായ ഇതാണ്. അത് ഞങ്ങൾക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഈ കോട്ടയത്ത് പോയി രജിസ്റ്റർ ചെയ്തു? നിശ്ചയം കഴിഞ്ഞതാ. നിശ്ചയമാണോ? രജിസ്ട്രേഷൻ കഴിഞ്ഞില്ലേ? കഴിഞ്ഞ്. അങ്ങനെ വിവാഹത്തിനും കൊണ്ടുപോകാനുള്ളതിനെ കൊണ്ടാണ് അതങ്ങനെ ചെയ്തത്. അവരൊന്നിച്ചെന്നിട്ട് താമസിക്കുകയൊക്കെ ചെയ്തോ? എവിടെ? അവരുടെ വീട്ടിൽ? അതെവിടെയാണ്? പുറത്താ ബാംഗ്ലൂരൊക്കെ. ബാംഗ്ലൂരിൽ പോയി ഒന്നിച്ച് താമസിച്ചോ അല്ലെ? അപ്പം വിവാഹം കഴിഞ്ഞാണ്, ആദ്യത്തെ വിവാഹം കഴിഞ്ഞാണ് അല്ലെ? താലിയൊന്നും കെട്ടിയിട്ടില്ല, വിവാഹമായിട്ട് കഴിഞ്ഞിട്ടുമില്ല. അവരൊന്നിച്ച് ബാംഗ്ലൂർ താമസിച്ചിട്ടുണ്ട്. പിന്നെ ഒന്നിച്ച് താമസിച്ചു, അതാണ് അവനതിന് ഷോക്കായി പോയി. ഒന്നിച്ച് ഭാര്യയായിട്ട്, അത് അമ്മയ്ക്കറിയാം, അവരുടെ അമ്മയ്ക്കറിയാം കാര്യങ്ങൾ മുഴുവനും. അവിടെ ആങ്ങളൊക്കെയല്ലോ അറിയാത്ത. ഇവരുടെ വീട്ടുകാർക്ക് അറിയാം ഈ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ അറിയാമായിരുന്നു? ഇപ്പോഴത്തെയോ? അല്ല, ഈ ആദ്യത്തെ കഴിഞ്ഞത് കോട്ടയത്തെ രജിസ്ട്രേഷനും അവരൊന്നിച്ച് ബാംഗ്ലൂർ താമസിച്ചൊക്കെ രണ്ടാമത്തെ അവർക്ക് അറിയാം, ഭാര്യയ്ക്ക് അറിയാൻ മതിയാവും. കാരണം ഓളോടെല്ലാം പറഞ്ഞിട്ടാണ് ഞങ്ങളിത് നടത്തുന്നത്. ഓക്കെ എല്ലാ സംഭവം പറഞ്ഞിട്ട് സമ്മതമാണെന്നാ പറഞ്ഞത്. എന്ത് വന്നാലും ആദ്യത്തെ ഭാര്യ വന്ന് എന്ത് വഴക്കുണ്ടാക്കിയാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. എനിക്ക് രാഹുലിനേട്ടനെ മാത്രം മതി, ഞാൻ അതിന് സമ്മതമാണെന്നും പറഞ്ഞാണ് പെൺകുട്ടി ഞങ്ങളോട് വരുന്നത്. എന്നോട് എൻ്റെ കാറിൽ വെച്ച് ചോദിച്ചു, ഫസ്റ്റ് കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, അമ്മേൻ്റെ മോൻ എനിക്ക് തരുമോ, എനിക്ക് വിട്ടു തരുമോ എന്നാണ് എന്നോട് ചോദിച്ച ചോദ്യം. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ എറണാകുളത്ത് പോയി, ഗുരുവായൂർ റൂം എടുക്കുന്നിടത്ത് പോയി കാണാനൊക്കെ പോയപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് നിന്നോളം ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഗുരുവായൂർ വെച്ച് കണ്ട്, പിന്നെ ഗുരുവായൂർ തൃശ്ശൂർ പൂരത്തിന് പോയി. തൃശ്ശൂർ പൂരത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ട് ഈ പെൺകുട്ടി. 2 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ട്, വിവാഹത്തിന് മുന്നേ. കാരണം അച്ഛൻ പറഞ്ഞ് നമുക്ക് ഈ റൂം പോയി നോക്കണം, അവിടെ ഒക്കെ പോയി ബുക്ക് ചെയ്യണം, നമ്മൾ ഫോണിൽ കൂടെ അല്ലേ ഉള്ളൂ. അപ്പൊ അച്ഛൻ വരാമെന്നാ പറഞ്ഞത്. അപ്പൊ അച്ഛന് വരാൻ പറ്റാഞ്ഞിട്ടോ ഇനി എന്താന്നുള്ളത് അത് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ മോള് ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ പോയി പിന്നെ ട്രെയിൻ ഇറങ്ങുന്നിടത്തുനിന്ന് ബുക്ക് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോയിട്ട്, പിന്നെ അന്ന് ഞങ്ങൾ പോയത് ഒരു തുണിപ്പീടിയെ കയറി. ഫസ്റ്റ് ഞങ്ങളൊരു തുണിപ്പീടിയെ കയറി തുണിയൊക്കെ നോക്കി, ഞങ്ങൾക്ക് പറ്റാതെ വന്നു. പിന്നെ അന്ന് ഞങ്ങൾ രാത്രി ഗുരുവായൂർ തൃശ്ശൂർ പൂരത്തിന്റെ അമ്പലത്തിലാണ് ഞങ്ങൾ ചെലവഴിച്ചത്. കാരണം രാഹുലും മോളും കൂടെ കൈ പിടിച്ചിങ്ങനെ അമ്പലപ്പറമ്പിൽ നടക്കുകയാണ്. ഞങ്ങൾ കാറമേലുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോയി ഇങ്ങനെ പൂരം കാണും. അന്ന് സന്തോഷമായിട്ട് ജോലി കഴിച്ച് സന്തോഷമായിട്ട് നടന്ന് ആഹാരമൊക്കെ കഴിച്ച് ഒരുമിച്ച് നടന്നതാ. അങ്ങനെ ആദ്യത്തെ ഭാര്യയായിട്ട് എത്ര നാളുണ്ടായിരുന്നു രാഹുൽ ഒന്നിച്ച് ജീവിച്ചു ബാംഗ്ലൂരിൽ? അത് കുറച്ച് നാളുണ്ട്. അതാണ് അവൻ അതിൽ ഷോക്കായി പോയി. എത്ര മാസം ഉണ്ടായിരുന്നു? എത്ര നാളുണ്ടായിരുന്നു? ഇല്ല, കുറച്ച് ഒരു 10-15 ദിവസം 10-20 ദിവസം അങ്ങനെ എന്തോ ഉള്ളൂ. അപ്പോഴേക്കും രാഹുലിന്റെ സ്വഭാവത്തിലെ ശരിയല്ലായ്മ ആ കുട്ടി തിരിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ ബന്ധത്തിൽ നിന്ന് അവർ പിന്മാറിയെന്ന് പറയുന്നത്. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ?
അവര് തമ്മിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ആങ്ങളായിട്ടുള്ള പ്രശ്നമാണ്. അത് പറഞ്ഞാല് ആങ്ങളെയും പെങ്ങളും ഒരു കൈയാണ്. ആദ്യത്തെ ആങ്ങളെയും പെങ്ങളും ഒരു കൈയാണ്. അത് ഇതിനകത്ത് കൂട്ടിച്ചേർക്കണം. ആങ്ങളെയും പെങ്ങളും ഒരു കൈയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ആങ്ങളെ എന്ത് പറയുന്നതാണ് പെങ്ങള് കേൾക്കുന്നത്. അപ്പൊ രാഹുൽ പറയുന്നതിനെ നിന്നെ ഞാനാണ് കിട്ടേണ്ടത്. അപ്പം ഭർത്താവ് പറയുന്നത് കേൾക്കണോ ആങ്ങളെ പറയുന്നത് കേൾക്കണോ? നീ ആങ്ങളെ പറയുന്നത് കേട്ടോ, ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് കേട്ട് നീ എന്നെ അംഗീകരിക്കണ്ടേ? അപ്പോൾ അവര് ഒരു ചോദ്യം ചോദിച്ചു, കളിക്കൂട്ടാർ ഒരു ഭർത്താവിന്റെ നിലയിലല്ല എനിക്ക് നിന്നെ കാണാൻ കഴിയുന്നതെന്ന് ഉളത്തമായി പറഞ്ഞു. അവർക്ക് ആങ്ങളെ വലുത്, അവിടെ ആങ്ങളെ വലുത്, ഇവനെ ഒരു ഭർത്താവായിട്ടുള്ള നിലയിൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ ചവിട്ടി പിടിച്ചത് വേണോ, എല്ലാവരും ഒരുങ്ങിയത്. അതായത് ഇവിടെ കത്ത് വരെ അടിച്ച് എല്ലാ സാധനവും ഒരുങ്ങി പേറ്റടി എല്ലാ പണിയും ഞങ്ങൾ കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ ഒരുങ്ങി കഴിഞ്ഞ് അപ്പോഴാണ് ഞങ്ങൾ ഇത് ചവിട്ടി പിടിക്കുന്നത്. അവിടെ ഈ ആ ബന്ധം രജിസ്ട്രേഷൻ കഴിഞ്ഞാണ് ഇവർ ആ ബന്ധം വേർപ്പെടുത്തിയിട്ടാണോ ഈ രണ്ടാമത് വിവാഹം? കടലാസൊക്കെ കൊടുത്ത് കടലാസ് കുറിച്ചോ നല്ലൊരു ഡൈവോഴ്സ് ലഭിച്ചിരുന്നില്ല? ചെയ്ത് അല്ല, ഡൈവോഴ്സ് പേപ്പർ കിട്ടിയായിരുന്നു വിവാഹമോ? അത് 2-3 ദിവസം കൂടെ കിട്ടുള്ളൂ പറഞ്ഞു. അപ്പോഴത്തേനാണല്ലോ ഈ ഡേറ്റ് വന്നത്. അല്ല, പക്ഷെ അതപ്പോ നിയമവിരുദ്ധമല്ല. ഒരു വിവാഹ ബന്ധം വേർപ്പെടുത്തി അതിന്റെ നിയമ നടപടികൾ പൂർത്തിയാക്കും മുമ്പ് മറ്റൊരു വിവാഹം കഴിക്കുന്നത് തെറ്റല്ലേ? അത് ഞങ്ങള് പറയാമോ? എനിക്ക് മൊത്തം പറയാൻ പറ്റുമോ? അല്ല തെറ്റല്ല. അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ഞങ്ങള് നിയമപരമായിട്ട് ഞങ്ങൾ ചോദിച്ചപ്പം വക്കീല് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കടലാസ് ഓക്കെ ആക്കിയതാണല്ലോ, ഞങ്ങളുടെ കൈ പേപ്പർ കിട്ടിയാൽ മതിയല്ലോ, ബാക്കിയെല്ലാം ചടങ്ങെല്ലാം കഴിഞ്ഞതല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ തെറ്റാണ്.